ഇവിടെ മന്ത്രിമാരുടെ അങ്ങേയറ്റം നിരുത്തരവാദപരമായ പ്രസ്താവന കേട്ടു. ചിഞ്ചുറാണി പറയുകയാണ്, എന്താണ് ഈ പറയുന്ന രീതിയിൽ വലിഞ്ഞു കയറി സഹപാഠികളൊന്നും കയറാതെ വലിഞ്ഞു കയറി അധ്യാപകർക്കൊന്നും പ്രശ്നമില്ല കേട്ടോ എന്ന യോഗത്തിൽ പറയുക. ആ മരണം ഉള്ളിൽ അല്പം ഒരു തരിമ്പെങ്കിലും തൊട്ടെങ്കിൽ, ഞാൻ പറയുന്നത് എന്താണ്, വളരെ ദൂരെ ഒരു അകന്ന ബന്ധത്തിൽ ഏതെങ്കിലും കുട്ടിയാണെങ്കിൽ മന്ത്രി അത് പറയുമോ? തരിമ്പെങ്കിലും തൊട്ടെങ്കിൽ താഴെ വന്നിറങ്ങി സുംബ കളിക്കുമോ? അത് കഴിഞ്ഞിട്ട് CPI തിരുത്തിയാൽ എന്താ, മന്ത്രി മാപ്പ് പറഞ്ഞാൽ എന്താ? അല്ല, മാപ്പ് പറഞ്ഞൊന്നുമില്ല, മന്ത്രി പറഞ്ഞ അങ്ങ് ഉദ്ദേശിച്ചെന്താ പറയുന്നത്? മന്ത്രി കൃഷ്ണൻകുട്ടി എന്താണ് പണ്ട് ഇല്ല വൈദ്യുതി ലൈനിൽ തൊടാൻ പോയപ്പോഴും വാഴ വെട്ടിയപ്പോഴേക്കും വാഴയുടെ 6 അടി 8 അടി 7 അടി നീളമുള്ള വാഴയുടെ കാര്യം പറയുകയാണ് മന്ത്രി കൃഷ്ണൻകുട്ടി. എന്നിട്ട് പറയുകയാണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഈ ആ വൈദ്യുതി കുറച്ചുകൂടി മുകളിലോട്ട് ആയിരുന്നെങ്കിലും എന്ന് പറയുകയാണ്. വെങ്ങിയേന എന്ന് പറഞ്ഞാൽ കുട്ടി വരിക്കുമായിരുന്നാണ് പറയുന്ന മന്ത്രി. അറ്റ്ലീസ്റ്റ് വാടച്ചു വെക്കണ്ടേ മന്ത്രിമാർ? ശ്രീ ഭാസ്കർ. ഹാഷ്മി, ഞാൻ അതിലേക്ക് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സ്കൂള് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു സ്കൂളാണ്. സാധാരണ വളരെ ദരിദ്രരും ദുർബല ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു. നിരവധി വിദ്യാർത്ഥികളെ മികച്ച സാമൂഹിക പ്രവർത്തകരും മികച്ച വിദ്യാർത്ഥികളും ഒക്കെ ആക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മികച്ച സംഭാവന നൽകിയിട്ടുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ ഇപ്പോൾ ലിജുവിൻ്റെയൊക്കെ തന്നെ കൊല്ലത്തെ DCCയുടെ പ്രസിഡന്റ് രാജേന്ദ്രപ്രസാദ് സാർ അവിടുത്തെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ആ സ്കൂളിൻ്റെ മാനേജറായിരുന്നു. ഇതിനു മുമ്പ് ഈ സ്കൂള് മാനേജറിൽ നിന്നും സുപ്രീം കോടതി വരെ കേസ് നടത്തിയതിന് ശേഷമാണ് ആ സ്കൂള് ജനകീയ സമിതിയിലേക്ക് വരുന്നത്. CP ആശൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന യശശീർ നായക് CPMൻ്റെ കൊല്ലത്തെ പ്രബലനായ നേതാക്കളുള്ള CP കരുണാകരപിള്ളയാണ് ആ സ്കൂളിൻ്റെ ആദ്യ മാനേജറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതൊരു ജനകീയ സമിതിയാണ് ആ സ്കൂള് നിയന്ത്രിക്കുന്നത്. ജനകീയ സമിതി എന്ന് പറയുന്നത് ശാസ്താംകോട്ടയും മൈനാഗപ്പള്ളിയും കിഴക്കേക്കല്ലടിയും തേവലക്കരയും 4 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ 5 വർഷത്തേക്കാണ് ജനകീയ സമിതിയെ തിരഞ്ഞെടുക്കാറുള്ളത്. ആ ജനകീയ ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് നടത്താൻ ഒന്നുമല്ല. CPM അല്ല, ഞാൻ പറയട്ടെ, LC സെക്രട്ടറിയാണ് എന്താണ് മാനേജർ, പ്രസിഡന്റായിട്ട് വേറെ LC സെക്രട്ടറിയാണ്. 3 ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് നിയമന ചാർജും അടക്കമുള്ള കാര്യങ്ങളൊക്കെ. CPM അല്ലാത്ത മറ്റേത് അധ്യാപകർ അവിടെ ഉണ്ടോ? അതില് അല്ലല്ല ഹാഷ്മി, അങ്ങനെ പറഞ്ഞു പോരുത്. കാരണം അതിൽ CPMൻ്റെ അംഗങ്ങൾ പാർട്ടി മാനേജ്മെന്റ് കമ്മിറ്റിയിലുണ്ട്, അതൊരു തർക്കമില്ല. പാർട്ടിയുടെ ലോ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇപ്പോൾ തുളസീധരപിള്ള എന്ന് പറയുന്നതിൻ്റെ മാനേജർ. ഒരു സംശയമില്ല കാര്യത്തിൽ, അതിലൊന്നും തർക്കിക്കാൻ ഇടവരുന്നില്ല. ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തും എല്ലാ കാലത്തും സ്കൂളിലെ മാനേജർമാർ CPM നേതാക്കളെ ആയിട്ടുള്ളൂ. എല്ലാ കാലത്തും ആ സ്കൂളിലെ മാനേജർമാർ CPM നേതാക്കളെ ആയിട്ടുള്ളൂ. അല്ലല്ല, അങ്ങനെ മാത്രമല്ല, അങ്ങനെ മാത്രമാണ്. അങ്ങനെ ഏതോ ഭരണസമിതി 1-2 അംഗങ്ങൾ അല്ലാതെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, സ്കൂൾ മാനേജർമാർ CPM മാത്രമേ ആയിട്ടുള്ളൂ. അല്ല, അതിൽ ആ ജനകീയ സമിതിയിൽ ഭൂരിപക്ഷം കിട്ടുന്നവരെയാണ് പ്രസിഡന്റ് മാനേജറായിട്ട് തീരുമാനിക്കുന്നത്. അത് നമ്മുടെ ജനാധിപത്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ ആ ജനാധിപത്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ട് ഒരുപക്ഷെ CPM ആയിട്ടുള്ള CPM അനുഭാവമോ പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ ഭാരവാഹികളോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളൊക്കെ ഭാരവാഹികളായി വന്നിട്ടുണ്ടാവാം. അതിലൊരു സംശയമില്ല കാര്യത്തിൽ. അതിൻ്റെ ഒരു നാൾവഴിയാണ്. ഇവിടെ ഒരു വലിയ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ അനാസ്ഥ. ഒരു 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോവൂർ കോളനി എന്ന് പറയുന്ന ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ള ഒരു ദുർബല ജനവിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശത്തേക്ക് വൈദ്യുതി വലിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വൈദ്യുതി ലൈൻ അതിലേക്കൂടെ സ്കൂളിന് മുകളിലൂടെ പോകേണ്ട സാഹചര്യം ഉണ്ടായത്. വളരെ നിർധനരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ പ്രദേശത്തെ ഈ സ്കൂൾ നിൽക്കുന്ന തേവലക്കര ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗമെന്ന് പറയുന്നത് UDFൻ്റെ പ്രതിനിധിയാണ്, RSPയുടെ പ്രതിനിധിയാണ്. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, വസ്തുതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. ഈ PTA പ്രസിഡൻ്റായിട്ടുള്ള ആളുകൾ പോലും നാളിതുവരെ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു അപകടം അവിടെ നിൽക്കുന്നു എന്നത് ആരോടും ചൂണ്ടിക്കാണിച്ചില്ല. അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ഇതൊരു കുറ്റകരമായ അതിൽ വന്നിട്ടുണ്ട്, പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. എന്തിനാണ് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? പഞ്ചായത്തിന് നിർമ്മാണം സ്കൂൾ മാനേജ്മെന്റ് കമാന്ന് മിണ്ടിയിട്ടില്ല ഇതുവരെ. നോട്ടീസ് കൊടുക്കുകയാണ്. ഈ എന്താണ് നമ്മൾ ഈ മലയോര മേഖലകളിൽ പന്നിക്ക് കെണി വെക്കില്ലേ എന്ന് പറയും മട്ടിൽ മനുഷ്യക്കണി പോലെ തൂങ്ങി നിൽക്കുക വർഷങ്ങളായിട്ട്, ഒരു ചുക്കും ചെയ്യാതിരിക്കുക മാനേജ്മെന്റ്. എന്നിട്ട് അല്ല, മാനേജ്മെന്റ് ഇക്കാര്യത്തിന് അനാസ്ഥയുണ്ടെന്നേ സംശയമില്ല. കാര്യത്തിൽ അതൊന്നും അവരെ ആരും വെള്ളപൂശാനൊന്നും പോകുന്നില്ല. മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ അനാസ്ഥയുണ്ട്. ഒന്നാമതായി മാനേജ്മെന്റ് അനാസ്ഥയുണ്ട്, അവിടുത്തെ ഹെഡ് മാസ്റ്റർക്ക് അനാസ്ഥയുണ്ട്, PTAക്ക് അനാസ്ഥയുണ്ട്.
ഗ്രാമപഞ്ചായത്തിന് അനാസ്ഥയുണ്ട്, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്ക് അനാസ്ഥയുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് CPM-ന്റെ നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റ് കമ്മിറ്റിയെ മാത്രം കുറ്റം പറയുന്നു? എന്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനെ കുറ്റം പറയുന്നില്ല? ആരാണ് അവിടുത്തെ ഇത്തരം അനുമതി നൽകാനുള്ള ഉത്തരവാദിത്വം? ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തിനല്ലേ, പഞ്ചായത്തിന്റെ ഭരണസമിതിക്കല്ലേ, ഭരണസമിതിയുടെ ഓവർസിയർക്കല്ലേ? ആ ഓവർസിയറിലെ നടപടി എടുക്കേണ്ട, നിയന്ത്രണത്തിലുള്ള ഓവർസിയറിലെ അനാസ്ഥകളെല്ലാം കൂടി ചേർന്നപ്പോൾ എന്താ സംഭവിച്ചത്? അനാസ്ഥകളെല്ലാം കൂടി എന്താ സംഭവിച്ചത്? ഒരു കുഞ്ഞിന്റെ ജീവൻ പോയി. CPM-ന്റെ മാനേജ്മെന്റിന് എന്തോ ഒരു തരത്തിൽ ഒരു കുഞ്ഞിന്റെ ജീവൻ പോയി. അനാസ്ഥ എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവൻ പോയി. ഇനി പെട്ടെന്ന് വൈദ്യുതിയെ മാറ്റും കേട്ടോ. അതിനുള്ള വില എന്താണ്? ഒരു കുഞ്ഞിന്റെ ജീവൻ.